ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മുടങ്ങിയ കോഴിക്കോട് കോർപ്പറേഷനിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ നിർമ്മാണത്തിന്റെ ഭാവി സംബന്ധിച്ച് യോഗം വിളിച്ച് കളക്ടർ. ഇന്ന് വൈകുന്നേരമാണ് ജനകീയ സമരസമിതികളുടെയും കോർപ്പറേഷൻ അധികൃതരുടെയും യോഗം. കല്ലായി പുഴയോരത്ത് കോതയിലും ആവിക്കൽ തോട്ടിലുമാണ് പദ്ധതി നടപ്പാക്കാൻ കോർപ്പറേഷൻ ശ്രമം നടത്തിയത്. ജനകീയ സമരവും വിഷയം കോടതിയും കയറിയതോടെ പദ്ധതി മുടങ്ങുകയായിരുന്നു. കരാർ ഏറ്റെടുത്തവരും പിൻവാങ്ങി. ജനവാസ മേഖലയിൽ നിന്ന് പദ്ധതി മാറ്റണമെന്നാണ് സമരസമിതിയുടെയും UDFന്റെയും ആവശ്യം. ഇക്കാര്യം യോഗത്തിൽ ആവശ്യപ്പെടും. പദ്ധതിക്ക് ഞങ്ങൾ എതിരല്ല. എടുക്കാൻ പോകുന്ന സ്ഥലം അനുയോജ്യമല്ല, മറ്റൊരു സ്ഥലം കണ്ടെത്തുക. അതിനുള്ള 2-3 സ്ഥലത്തിൻ്റെ ഒരു നിർദ്ദേശം ഞങ്ങൾ കഴിഞ്ഞ കോർപ്പറേഷൻ കളക്ടർ വിളിച്ച മീറ്റിംഗിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാം കൂടി കളക്ടറെ മേലയിലിട്ട് ഇത് പദ്ധതി അവിടെ അടിച്ചേൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് വില കൊടുത്തു അവിടുത്തെ ജനങ്ങൾ അത് തടയും എന്നുള്ളത് കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ നിന്ന് വോട്ട് ചോർച്ചയുണ്ടായത് ഇടതുപക്ഷത്തെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.